ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകൽ ദുൽഹജ്ജ് 9 അഥവാ അറഫാ ദിനത്തിൻ്റെ പകലാണ്. അറഫാ ദിനം നോമ്പ് നോൽക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. അറഫാ ദിനത്തിലെ നോമ്പിനെക്കുറിച്ച് മുത്തുനബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ യുകഫിറു സനത്തൽ മാളിയത വൽ ബാഖിയ, അത് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുന്നതാണ് എന്നാണ് മുത്തുനബി നൽകിയ മറുപടി. സ്വീകാര്യമായ നിലക്ക് അറഫാ നോമ്പെടുക്കുന്നവന് വരാനിരിക്കുന്ന ഒരു വർഷം കൂടി ആയുസ് ലഭിക്കുമെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ മഹത്വമേറിയ അറഫാ ദിനത്തിലെ നോമ്പെടുക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അറഫാ നോമ്പ് എന്നെടുക്കണമെന്നതിൽ ചിലരെങ്കിലും സംശയം പറയാറുണ്ട്. ഓരോ നാട്ടിലെയും മാസം കണ്ടതനുസരിച്ചുള്ള ദുൽഹിജ്ജ 9 അറഫാ നോമ്പ് സുന്നത്ത്. അറഫാ ദിനത്തിൻ്റെ പ്രത്യേകത ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് മുന്നിലുള്ള ഗോൾഡൻ ചാൻസാണ് അറഫാ ദിനം. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തുനബി തങ്ങൾ പറയുന്നു, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മി യൗമി അറഫ. അറഫാ ദിനത്തേക്കാൾ കൂടുതലായി അള്ളാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. കഴിഞ്ഞില്ല. ഖൈറു ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണെന്ന് മുത്തുനബി പറഞ്ഞത് മറ്റൊരു ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് നരകമോചനം ലഭിക്കുന്ന വിശുദ്ധമായ അറഫാ ദിനത്തിൽ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് പ്രതീക്ഷാനിർഭരമായ മനസ്സോടെ റബ്ബിനോട് നരകമോചനം തേടാൻ നമ്മൾ സമയം കണ്ടെത്തണം. അറഫാ ദിനം കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ദുആകളിൽ മറക്കരുത് എന്ന അപേക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.